വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയിരിക്കുക. അഭിമുഖം കൊടുക്കുന്ന സമയത്ത് ബിജെപിയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം ചാനൽ തന്നെ തെരഞ്ഞെടുത്തത് യാദൃശ്ചികമായിട്ട് പാർട്ടി കാണുന്നില്ല. പാർട്ടിക്കെതിരായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് ചാനൽ ചർച്ചയും മറ്റും സംഘടിപ്പിക്കുന്ന ആളെ തന്നെ അതിനുവേണ്ടി നിയോഗിച്ചതും യാദൃശ്ചികമാണ് എന്ന് പാർട്ടി കാണുന്നില്ല. അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത്. സെറ്റ് ചെയ്ത അജണ്ട, തെരഞ്ഞെടുത്ത സമയം, തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണല്ലോ. ഇപ്പൊ കൃത്യമായി സമയം തെരഞ്ഞെടുത്ത് അജണ്ട സെറ്റ് ചെയ്ത് തയ്യാറാക്കിയ അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുകയും അതിനെ തുടർന്ന് മറ്റ് ചാനലുകളും മറ്റും അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം 2022 ഏപ്രിൽ മാസത്തിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്ത കാര്യങ്ങളാണ്, തീരുമാനമെടുത്ത കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. ആ ഘട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ നിറം പിടിപ്പിച്ച നുണകൾ, കഥകൾ പ്രചരിപ്പിച്ചതുമാണ്. അപ്പൊ 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പൊ തുടർന്ന് കുറച്ചു കാലം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കുകയുണ്ടായി. എന്നാൽ അധികം വൈകാതെ വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാക്കി. ക്ഷണിതാവ് ആയതിനു ശേഷം പിന്നീട് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനത്തിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി മാറുകയും ചെയ്തു. അപ്പൊ 2022 ഏപ്രിൽ മാസത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ മുമ്പാകെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പാർട്ടിക്കകത്ത് അദ്ദേഹം ഉന്നയിച്ചതാണ്. ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്താണ്. ചർച്ച ചെയ്ത് വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്നതാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയതാണ്.